ഇത് നീലഗിരി. സാധാരണ നമ്മൾ നീലഗിരിയിലേക്ക് വരാറുള്ളത് എന്തിനാണ്? പ്രകൃതി ഒരുക്കിയ വിസ്മയങ്ങൾ കാണാൻ അല്ലേ? മഞ്ഞും തണുപ്പും പച്ചപ്പും പൊതിയുന്ന ഈ താഴ്വരകൾ മനസ്സിന് എന്തുമാത്രം കുളിർമയാണ് നൽകുന്നത്. എന്നാൽ ഇന്ന് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് പ്രകൃതിയുടെ വിരുന്നു കാണാനല്ല, മറിച്ച് സ്നേഹത്തിൻ്റെയും മാനവികതയുടെയും അതിമനോഹരമായ ഒരു കല്യാണ വിരുന്നിന് സാക്ഷ്യം വഹിക്കാനാണ്. വെറും ഒരു കല്യാണമല്ല ഇത്. 850ഓളം യുവതി യുവാക്കൾ ഒന്നിച്ച് സുമംഗലികളാകുന്ന ആകാശത്തിന് കീഴിലെ ഏറ്റവും മനോഹരമായ മംഗല്യപന്തൽ. ദാരിദ്ര്യത്തിൻ്റെയും നിസ്സഹായതയുടെയും കയ്പുനീർ കുടിച്ചിരുന്ന നൂറുകണക്കിന് കുടുംബങ്ങളുടെ കണ്ണീർ തുടച്ചുകൊണ്ട് പാടന്തറ മർക്കസിന്റെ അങ്കണത്തിൽ വിരിയുന്ന ആനന്ദത്തിന്റെ പുഞ്ചിരികൾ. നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന ഈ മണ്ണിൽ ഇതിഹാസങ്ങൾ പോലും തോറ്റുപോകുന്ന കാരുണ്യത്തിന്റെ ചരിത്രമാണ് ഇവിടെ വീണ്ടും വീണ്ടും രചിക്കപ്പെടുന്നത്. മതവും ജാതിയും എന്ന അതിർവരമ്പുകളില്ലാതെ മനുഷ്യത്വത്തിന്റെ ഒരേയൊരു നൂലിൽ കോർത്ത അവിസ്മരണീയമായ മുഹൂർത്തം. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച നീലമലയുടെ താഴ്വരകൾ. പുറമെ നിന്ന് നോക്കുന്നവർക്ക് ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. വിനോദസഞ്ചാരികൾക്ക് ഇത് കാഴ്ചകളുടെ പറുദീസയാണെങ്കിൽ, ഈ പച്ചപ്പിനിടയിൽ തേയിലച്ചെടികൾക്കിടയിൽ തങ്ങളുടെ വിയർപ്പൊഴുക്കി ജീവിതം തുന്നിച്ചേർക്കുന്ന ഒരു വലിയ ജനതയുണ്ട്. തോട്ടം തൊഴിലാളികളും സാധാരണക്കാരുമായ മനുഷ്യർ, തുച്ഛമായ കൂലിയിൽ കുടുംബം പുലർത്താൻ പാടുപെടുന്നവർ. അവരുടെ ജീവിതത്തിന് മഞ്ഞിനേക്കാൾ തണുപ്പും തേയിലയേക്കാൾ കയ്പുമുണ്ട്. ഈ കൂരകളിൽ കരിപിടിച്ച അടുപ്പുകൾക്കരികിലിരുന്ന് നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്ന ഉമ്മമാർ. പ്രായം തികഞ്ഞിട്ടും സാമ്പത്തിക പരാധീനതകൾ കാരണം വിവാഹം നടക്കാത്ത പെൺമക്കളെ ഓർത്ത് ഉറക്കമില്ലാത്ത രാത്രികൾ തള്ളി നീക്കുന്ന ഉപ്പമാർ. ദാരിദ്ര്യവും രോഗവും കൊണ്ട് വീർപ്പുമുട്ടുമ്പോൾ സ്വന്തം മക്കളുടെ വിവാഹത്തെക്കുറിച്ചോർത്ത് ഈ പാവം മനുഷ്യർ പകൽ വെളിച്ചത്തിലും ഉരുകിത്തീരുകയാണ്. അവർക്ക് മക്കളുടെ വിവാഹമെന്നത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ വിദൂരമായൊരു സ്വപ്നം. പക്ഷേ ഈ മനുഷ്യരുടെ ദൈന്യതകൾക്ക് പരിഹാരവുമായി അവരുടെ കണ്ണീരൊപ്പാൻ ഒരു പ്രസ്ഥാനം കടന്നു വന്നു. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ മാർഗനിർദ്ദേശത്തിൽ 2014 പാടന്തറ മർക്കസും നീലഗിരി ജില്ല SYS ചേർന്ന് ആ വലിയ ദൗത്യത്തിന് തുടക്കം കുറിച്ചു. 20 ജോഡികളെ ലക്ഷ്യമിട്ട് അന്ന് തുടങ്ങിയ യാത്ര 114 ജോഡികളിൽ എത്തി നിന്നപ്പോൾ അത് ചരിത്രത്തിൻ്റെ തുടക്കമായി. ഒരു വ്യാഴവട്ടത്തിനിപ്പുറം ആയിരക്കണക്കിന് ജീവിതങ്ങൾക്ക് തണലായി ഈ പ്രസ്ഥാനം വളർന്നു പന്തലിച്ചിരിക്കുന്നു. 2015 260ഉം തുടർന്ന് 346ഉം 400ഉം കടന്ന് 2023 800 വിവാഹങ്ങൾ വരെ നടന്നു. നീലഗിരിയുടെ മലമുകളിൽ നിന്ന് ഉദിച്ചുയരുന്ന സൂര്യനെപ്പോലെ ഈ നന്മയുടെ പ്രകാശം ലോകമാകെ പടരുകയാണ്. ദാരിദ്ര്യത്തിൻ്റെ ഇരുട്ടിൽ കഴിഞ്ഞിരുന്ന വീടുകളിൽ മംഗല്യദീപം തെളിയുമ്പോൾ അത് ഒരു ജനതയുടെ അതിജീവനത്തിൻ്റെ കൂടി വിളംബരമാകുന്നു. ഈ മഹാദൗത്യത്തിൻ്റെ അമരക്കാരൻ നീലഗിരിയുടെ പ്രിയപ്പെട്ട സലാം ഉസ്താദ് എന്നറിയപ്പെടുന്ന ഡോക്ടർ ദേവർഷോൽ അബ്ദുസ്സലാം മുസ്ലിയാറാണ്. തോട്ടം തൊഴിലാളികളുടെ വേദനകൾ സ്വന്തം വേദനയായി ഏറ്റെടുത്ത മനുഷ്യൻ. ആത്മീയതയെ കേവലം പ്രാർത്ഥനകളിൽ മാത്രം ഒതുക്കാതെ സഹജീവികളോടുള്ള കരുണയാക്കി മാറ്റിയ കർമ്മയോഗി. നീലഗിരിയുടെ മലമടക്കുകളിൽ പട്ടിണിയും പ്രയാസവും അനുഭവിക്കുന്ന തോട്ടം തൊഴിലാളികൾക്ക് അദ്ദേഹം വെറുമൊരു മതപണ്ഡിതനല്ല, മറിച്ച് തങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാൻ കാതോർക്കുന്ന ഒരു പിതാവാണ്. ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ നിവൃത്തിയില്ലാതെ നിസ്സഹായനായി നിൽക്കുന്ന ഓരോ ഉപ്പയുടെയും തോൾ ചേർന്ന് നിന്ന് ഞാനുണ്ട് കൂടെ എന്ന് ആശ്വസിപ്പിക്കുന്ന ആ സ്നേഹ കൈകളാണ് പാടന്തറ മർക്കസിൻ്റെ ഈ വടവൃക്ഷത്തിന് വിത്തിട്ടത്. ജാതിയുടെയോ മതത്തിൻ്റെയോ വേർതിരിവുകളില്ലാതെ
മനുഷ്യത്വത്തിൻ്റെ ഒരേയൊരു ഭാഷയിൽ സംസാരിക്കുന്ന സലാം ഉസ്താദ് താൻ നട്ടുനനച്ച ഈ കാരുണ്യ പദ്ധതിയിലൂടെ ആയിരക്കണക്കിന് വീടുകളിലാണ് മംഗല്യദീപം തെളിയിച്ചത്. ആത്മീയ നേതൃത്വവും സാമൂഹിക പ്രതിബദ്ധതയും ഒത്തുചേരുന്ന ആ വ്യക്തിത്വം നീലഗിരിയുടെ മണ്ണിൽ ഇന്ന് പ്രത്യാശയുടെ പര്യായമാണ്. ജാതിമത ഭേദമന്യേ പാവപ്പെട്ടവൻ്റെ പ്രാർത്ഥനകളിൽ ആ പേര് നിറഞ്ഞു നിൽക്കുന്നു. ഈ കല്യാണത്തിലേക്ക്, ഇങ്ങനൊരു സമൂഹ വിവാഹത്തിലേക്ക് നമ്മുടെ ജില്ലയിലെ പ്രവർത്തകരും നേതാക്കളും ഇറങ്ങിത്തിരിക്കാനുള്ള കാരണം മനസ്സ് പൊട്ടിയതുകൊണ്ട് തന്നെയാണ്. ഇവിടെ ആയിരക്കണക്കായ പെൺകുട്ടികൾ പുരനിറഞ്ഞു കിടക്കുമ്പോൾ മനസ്സ് പൊട്ടി എത്രയോ പാവപ്പെട്ട മോമിനത്തായ കുട്ടികളുടെ ഈമാൻ വരെ തെറിച്ചു പോകുന്നൊരവസ്ഥ കാണുമ്പോൾ, അതുപോലെ അമുസ്ലിമത്തുകളായ മുസ്ലിം കുട്ടികളും അമുസ്ലിം കുട്ടികളും പുരനിറഞ്ഞ് കിടന്നിട്ട് മാതാപിതാക്കളുടെ കണ്ണീര് എങ്ങനെയാണ് നമ്മുടെ ഉമ്മയുടെ പ്രായമുള്ള ഉമ്മമാരുടെ നെടുവീർപ്പിടുന്ന കണ്ണീര് കണ്ടാൽ ഒരു മനുഷ്യത്വമുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അടങ്ങിയിരിക്കാൻ കഴിയും? അങ്ങനെയാണ് ഈ ജില്ലയിലെ പ്രസ്ഥാന കുടുംബത്തിലെ എല്ലാ സഹോദരങ്ങളും ഈ വിഷയത്തിലേക്ക് ഇറങ്ങുന്നത്. പാടന്തറ മർക്കസിൻ്റെ 20ാം വാർഷികം പ്രമാണിച്ച് ഒരു 20 കുട്ടികൾക്കെങ്കിലും ജീവിതം എന്ന് വെറുതെ ഇവിടെയുള്ള പ്രസ്ഥാന കുടുംബം ചർച്ച ചെയ്ത് നമുക്ക് ഷെയ്ഖുനയോട് ചെന്ന് പറയാം. ഷെയ്ഖുനയാണ് പാടന്തറ മർക്കസിൻ്റെ പ്രസിഡൻറ്റും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും ഷെയ്ഖുന തന്നെയാണ്. നേരെ ചെന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, ഷെയ്ഖുനയുടെ ചാരത്ത് ചെന്നപ്പോൾ ഷെയ്ഖുന പറഞ്ഞു അതൊരു നല്ല പുണ്യമുള്ള കാര്യമാണ്. അതിൻ്റെ പ്രതിഫലം എത്രയെന്നറിയോ? എത്ര പാവങ്ങളാണ് കണ്ണീരൊടുക്കി പ്രായം ചെന്ന ഉമ്മമാർ കണ്ണീരൊടുക്കി നടക്കുന്നത്. ഈ വിഷയത്തിൽ ഇറങ്ങിത്തിരിക്കണം. ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിൽ ഒരിക്കലും അല്ലാഹു തആല കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഷെയ്ഖുന തന്നെ ഒരു 5 പവനെങ്കിലും ഈ പാവങ്ങൾക്ക് കൊടുത്തിട്ട് ഒരുപാട് പാവങ്ങളെ നമുക്ക് കെട്ടിച്ചു വിടണമെന്ന് പറഞ്ഞപ്പോൾ ഈ വിഷയത്തിൽ നമ്മുടെ പ്രവർത്തകർ ഇറങ്ങി. അൽഹംദുലില്ലാഹ് ഇന്ന് 2000-ൽ പരം വരുന്ന പാവങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഷെയ്ഖുന പറഞ്ഞ 5 പവനും മറ്റു ചെലവുകളൊക്കെ എല്ലാവർക്കും ഇതുവരെ കൊടുത്തിട്ടുണ്ട്. ഒരു വിഷമം അന്ന് ഷെയ്ഖുന പറഞ്ഞു അള്ളാഹു കൊടുക്കില്ല, ഒരിക്കലും അല്ലാഹ് കൊടുക്കില്ല, ഇതുവരെ അല്ലാഹ് കൊടുക്കിയിട്ടില്ല. ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100ാം വാർഷികത്തിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ പാടന്തറ വീണ്ടും ചരിത്രം കുറിക്കുകയാണ്. ഏപ്രിൽ 5-ന് 850 യുവതീ യുവാക്കളാണ് ദാമ്പത്യത്തിൻ്റെ പുതിയ ലോകത്തേക്ക് പാടന്തറ മർക്കസിൻ്റെ അങ്കണത്തിൽ നിന്ന് കാലുവെക്കുന്നത്. ഇതുവരെ 2000-ഓളം പേർക്ക് തുണയായ ഈ പ്രസ്ഥാനം ഇത്തവണ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സമൂഹ വിവാഹത്തിനാണ് വേദിയൊരുക്കുന്നത്. ഈ വധൂവരന്മാരിൽ അനാഥകളുണ്ട്, വാടക വീടുകളിൽ കഴിയുന്നവരുണ്ട്, രോഗികളായ മാതാപിതാക്കളുടെ തണലിൽ കഴിയുന്നവരുണ്ട്. കൃത്യമായ അന്വേഷണത്തിനൊടുവിൽ അർഹരായവരിലേക്ക് മാത്രമാണ് ഈ സഹായം എത്തുന്നത്. ഇവിടെ വേർതിരിവുകളില്ല, മനുഷ്യത്വത്തിന് ഒരേ നിറമാണ്. ഈ മംഗല്യപ്പന്തലിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, സഹോദര സമുദായത്തിൽപ്പെട്ട യുവതി യുവാക്കളും പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. ഒരേ ആകാശത്തിന് കീഴിൽ ഒരേ പന്തലിൽ പെയ്യുന്ന സ്നേഹമഴയിൽ ഇവിടെ ജാതിയും മതവും മഞ്ഞുരുകുന്നത് പോലെ ഇല്ലാതാകുന്നു. ഒരു വശത്ത് വൈദിക മന്ത്രങ്ങൾ ഉയരുമ്പോൾ മറുവശത്ത് പണ്ഡിത ശ്രേഷ്ഠരുടെ കാർമ്മികത്വത്തിൽ നിക്കാഹിൻ്റെ കബൂൽ മുഴങ്ങുന്നു. മറ്റൊരിടത്ത് ക്രൈസ്തവ വിശ്വാസപ്രകാരം മോതിരം കൈമാറി അവർ ജീവിതം പങ്കുവെക്കുന്നു. പ്രാർത്ഥനകളുടെ രീതികൾ വ്യത്യസ്തമാകാമെങ്കിലും ആ പിതാക്കളുടെ കണ്ണുകളിൽ വിരിയുന്ന ആനന്ദ കണ്ണീരിന് ഒരേ ഉപ്പുരസമാണ്. ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ ഒരൊറ്റ നൂലിൽ കോർത്ത മുത്തുമാല പോലെ പാടന്തറയിലെ ഈ മംഗല്യപ്പന്തലിൽ തിളങ്ങി നിൽക്കുന്നു. അങ്ങനെ കേരളവും കർണാടകയും തമിഴ്നാടും സംഗമിക്കുന്ന അതിർത്തി ഗ്രാമത്തിൽ മാനവികതയുടെ മനുഷ്യസ്നേഹത്തിൻ്റെ മഹാസന്ദേശം മുഴങ്ങുകയാണ്. അൽഹംദുലില്ലാഹ്, ആളുകളുടെ സഹകരണം എന്ന് പറഞ്ഞാൽ ഒരു ജാതിയോ മതമോ ഗ്രൂപ്പുകളോ ഒന്നുമില്ലാതെ മനുഷ്യരായി പിറന്ന എല്ലാവരെയും സഹായിക്കുന്ന ലക്ഷ്യത്തിലാണ് ഈ രാജ്യത്തുള്ള ഈ ജില്ലയിലുള്ള പ്രസ്ഥാന കുടുംബമെന്ന് അണിയത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മുഴുവൻ ആളുടെയും സഹായം എല്ലാ മതസ്ഥരും മുസ്ലിങ്ങളായ
ഹൈന്ദവൻ ക്രൈസ്തവർ വല്ല സഹായിക്കുന്ന കണ്ട കൺ നിറഞ്ഞു പോകും. എല്ലാവരെയും നാളെയും മറ്റന്നാളും ഒക്കെ ഇവിടെ നടക്കുന്ന ആളുകളുടെ സാലം ചോദിച്ച എല്ലാവരും ഇവിടെ വാഹന സ്ഥലങ്ങൾ തോട്ടങ്ങളെല്ലാം സഹകരിച്ചിരുന്നത് മുസ്ലിമീങ്ങളാണ്. വലിയൊരു സഹകരണമാണ്. ഒരു ഭാഗത്തു നിന്ന് പോലും ഒരു എതിർപ്പിട വാക്കുകളോ മറ്റൊന്നും കേൾക്കാറില്ല. വളരെ സന്തോഷത്തോടെയാണ് ഇവിടെയുള്ള ആളുകൾ സഹകരിക്കുന്നത്. അൽഹംദുലില്ലാ. വിവാഹ കമ്പോളത്തിലെ ചൂഷണങ്ങൾക്കും ആഡംബരങ്ങളുടെ പൊങ്ങച്ചങ്ങൾക്കും ഇടയിൽ ഒരു സാധാരണക്കാരന് തൻ്റെ മകളുടെ വിവാഹം എന്നത് അപ്രാപ്യമായ ഒന്നായി മാറിയിട്ടുണ്ട് ഇന്ന്. സ്വർണ്ണവിലയിലെ കുതിച്ചുചാട്ടം പല വീടുകളിലെയും വിളക്കുകൾ അണയ്ക്കാൻ കാരണമാകുമ്പോഴാണ് പാടന്തറ മർക്കസ് ഒരു പിതാവിൻ്റെ കരുതലോടെ കൈത്താങ്ങാവുന്നത്. ഒരു സാധാരണ കുടുംബം തങ്ങളുടെ മക്കൾക്കായി ആഗ്രഹിക്കുന്ന എല്ലാ ആഡംബരങ്ങളും ഈ പാവപ്പെട്ട പെൺമക്കൾക്കായി പാടന്തറ മർക്കസ് ഒരുക്കിയിട്ടുണ്ട്. ഓരോ വധുവിനും ആവശ്യമായ സ്വർണ്ണാഭരണങ്ങളും വധുവരന്മാർക്ക് പുത്തൻ വസ്ത്രങ്ങളും വിവാഹത്തിനെത്തുന്ന 100,000 പേർക്ക് സ്നേഹസദ്യയും ഒരുക്കി ഈ ദൗത്യം നിർവഹിക്കുമ്പോൾ അത് കേവലം സഹായമല്ല, മറിച്ച് ആ കുടുംബങ്ങളുടെ ആത്മാഭിമാനം വീണ്ടെടുക്കൽ കൂടിയാണ്. അത്തരമൊരു അനുഭവം പറയുകയാണ് ദേവർഷോലയിലെ ദേവൻ ടു പാടിയിലെ സെയ്തൽവിയും കുടുംബവും. സെയ്തൽവിയുടെ മൂത്ത മകൾ ആദ്യ സമൂഹ വിവാഹത്തിലാണ് സുമംഗലിയായത്. ഇപ്പോൾ നടക്കാനിരിക്കുന്ന വിവാഹത്തിൽ അദ്ദേഹത്തിൻ്റെ 2 ആൺമക്കൾ കൂടി വിവാഹ ജീവിതത്തിലേക്ക് പാദമൂന്നുകയാണ്. സെയ്തൽവിക്ക വലിയ സന്തോഷത്തിലാണ്. 2 മക്കളുടെ കല്യാണം നാളെ നടക്കുകയാണ്. നല്ല സന്തോഷത്തിലാണ്. നമ്മുടെ 2014 ആദ്യ വിവാഹത്തിലാണ് മകൾ വിവാഹിതയായത്. എങ്ങനെയായിരുന്നു ആ ഒരു സാഹചര്യം? നമുക്ക് നല്ല ഇതായിരുന്നു, നല്ല അനുകൂല കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പത്രം പരാജയപ്പെട്ട കുടുംബം നന്ന്, ഇപ്പോൾ കുഴപ്പമില്ല. നമ്മളെ മോള് കെട്ടിക്കുമ്പോൾ നമുക്ക് പറ്റ പരാജയനി, ആരും സഹായം ഇല്ലാണ്ട് നമുക്ക് മക്കളും ചെറുതായിരുന്നു. ഞങ്ങൾ കൂലിപ്പണി എടുത്തിട്ട് വേണം നമുക്കിത് ചെയ്യണമെങ്കിൽ. നമുക്കിപ്പോൾ ഒരാളെ സഹായം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായി, പിന്നെ അങ്ങനെ സമൂഹത്തിൽ നമുക്ക് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ പോയത്. അപ്പോഴും കൂടുതൽ തള്ളി കളഞ്ഞിട്ടില്ല. അവിടെ ആൾക്കാരായിനു ആയപ്പോഴും കൂടെ അവരെന്താ പറഞ്ഞത്, ആയിക്കോട്ടെ സാരല്ല നമുക്കിതിൽ ചേർക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ചേർത്തിയിട്ട് നമ്മൾ സഹായിച്ച ആൾക്കാരാണ്. അന്ന് നമ്മൾ മോൾക്ക് 5 പവനും 25,000 പൈസയായിട്ട് തന്നു. പിന്നെ അവൻ ഞങ്ങൾക്കത് നല്ലൊരു നമ്മുടെ കല്യാണ ചെലവിനുള്ള പൈസയും ആയി, നമ്മളെ കുട്ടിക്കുള്ള സ്വർണ്ണം നമുക്ക് വേറെ ഒരാൾക്ക് ചോദിക്കാതെ കടം വാങ്ങാത്ത രീതിയിൽ കഴിഞ്ഞു. ഇന്നിപ്പോൾ നമ്മൾ നോക്കിയതും ഞായറാഴ്ച നടക്കാൻ പോണ വിവാഹത്തേക്ക് നോക്കിയതും നമ്മൾ സാധാരണ കുടുംബത്തിലെ കുട്ടികളെയാണ്. ഒരു സാമ്പത്തികമായിട്ടില്ലാത്ത കുടുംബത്തിലെ കുട്ടികളൊക്കെയാണ്. നമുക്കൊരു നമ്മളൊക്കെ ഒതുങ്ങിയൊരു കുട്ടികളെയാണ് നമ്മുടെ സാഹചര്യത്തിൽ ഒതുങ്ങിയത്. അപ്പോൾ ആ കുട്ടികൾക്കും ഓരോ ഭാഗ്യമായിട്ട് നമ്മളെ പേരേക്ക് കയറി വരാനൊരു ഭാഗ്യം ഉണ്ടായി. പിന്നെ അതല്ലാതെ നമുക്കിപ്പോൾ ഇനി എന്തെങ്കിലും ഒരു സുഖമില്ലായ്മ വന്നാൽ നമുക്കിനി ഒരു കിടക്കാൻ പറ്റാത്ത പൊട്ടണ സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വാട്ടറിൻ്റെ ബെഡ്, അത് പിന്നെ നമുക്ക് വീൽ ചെയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടുന്ന് നമുക്ക് സൗജന്യമായിട്ട് തരും. അതായത് എല്ലാവിധ സാന്ത്വന പ്രവർത്തനങ്ങളിലും മുന്നിലാണ് പാടന്തറ മർക്കസ് നിൽക്കുന്നത്. പിന്നെ അതേമാതിരി നമുക്ക് ഇതിന് മുമ്പ് കുറേ ഒരു ആനുകൂല്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. ഈ മരുന്ന് വാങ്ങാൻ കഴിവില്ലാത്തവർക്ക് മരുന്നിൻ്റെ ഇത്, പിന്നെ നമുക്ക് ജീവിക്കാൻ മാർഗ്ഗമില്ലാത്ത നമുക്ക് എന്താ വേണ്ടത് നോക്കിയിട്ട് അതിനനുസരിച്ച് അതിലും ഞങ്ങൾ ഉൾപ്പെട്ടിരിക്കണേ. ഇപ്പം ഉമ്മ ഉണ്ടായിരുന്നു അന്ന്, ഇപ്പം ഉമ്മ മരിച്ചിട്ട് 7 വർഷമായി. അപ്പോൾ ഉമ്മാക്ക് പോലും ഒരു ആടിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ സന്തോഷത്തിലാണ്. ഞായറാഴ്ച കല്യാണമാണ് അല്ലേ? ഇത് റംഷാദും റമീസും എന്തു പറയുന്നു? അൽഹംദുലില്ലാ. നീലഗിരിയുടെ മണ്ണിൽ ഇതൊരു പുതിയ പ്രഭാതമാണ്. കണ്ണീർ മാഞ്ഞ് പുഞ്ചിരി വിരിയുന്ന പ്രഭാതം. ദാരിദ്ര്യം മൂലം മങ്ങിപ്പോയ സ്വപ്നങ്ങൾക്ക് നിറം നൽകുന്ന പാടന്തറയിലെ ഈ മംഗല്യരാവ് ലോകത്തിന് തന്നെ മാതൃകയാവും. സുൽത്താനുലുലമ കാന്തപുരം BP അബൂബക്കർ മുസ്ലിയാരാണ് ഈ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. ആത്മീയ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ഈ പുണ്യകർമ്മത്തിന് സാക്ഷികളാകും. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ സ്വപ്നത്തിന് നിങ്ങളുടെ കൂടി തണൽ ആവശ്യമാണ്. ഒരു കുടുംബത്തിൻ്റെ കണ്ണീരൊപ്പാൻ, ഒരു മകളുടെ വിവാഹ സ്വപ്നത്തിന് നിറം പകരാൻ നിങ്ങൾക്ക് എന്ത് നൽകാനാകും? പാടന്തറ മർക്കസ് മുന്നോട്ട് വയ്ക്കുന്ന ഈ മഹാദൗത്യത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഒരു കുടുംബത്തിന് വെറും 1 രൂപയെങ്കിലും മാറ്റിവെക്കുക. അങ്ങനെ 850 കുടുംബങ്ങൾക്ക് 850 രൂപ നമുക്ക് നൽകിക്കൂടെ? ഒരു ദിവസത്തെ നമ്മുടെ ചായക്കാശോ അല്ലെങ്കിൽ ഒരു ചെറിയ ആഡംബരമോ വേണ്ടെന്ന് വെച്ചാൽ ഈ പാവപ്പെട്ടവരുടെ കുടിലുകളിൽ ആശ്വാസത്തിൻ്റെയും
സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നിലാവുദിക്കും. മിനിഞ്ഞാന്ന് അഭിവന്ദരായ ശൈഖുന ഇവിടുത്തെ അവസ്ഥ അറിഞ്ഞ് പ്രസ്ഥാനത്തോട് പറഞ്ഞു ഒരു ചലഞ്ച് പ്രഖ്യാപിക്കാൻ. ആ ചലഞ്ച് പ്രഖ്യാപിച്ച് ഇപ്പോൾ ഒരു വലിയ സഹായമാണ്. 1,00,000 ആളുകളെങ്കിലും ആ ചലഞ്ചിൽ പങ്കെടുപ്പിക്കണമെന്നാണ് ശൈഖുന പറഞ്ഞത്. അൽഹംദുലില്ലാ, വലിയൊരു വിജയമാണ്. ഇൻഷാ അല്ലാഹ് ഇത് വലിയ കോടികൾ വേണ്ടുന്നൊരു വിഷയമായതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ആളുകളും ആ ചലഞ്ചിൽ പങ്കെടുത്ത് സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കുടുംബത്തിനും കൂട്ടുകാരോടും അതുപോലെ സഹകരിപ്പിക്കാൻ പറ്റുന്ന ആളുകളോടെല്ലാം പറഞ്ഞ് എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിപ്പിച്ച് ചലഞ്ച് വിജയിപ്പിച്ച് തരണമെന്ന് വിനയത്തോട് ഓർമ്മപ്പെടുത്തുന്നു. ശൈഖുനടക്കമുള്ളവരെ കൊണ്ട് മനസ്സിരുത്തി ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച ഈ 1,00,000 പേർക്ക് ഭക്ഷണം വരെ സംവിധാനം ഇവിടെ ചെയ്യുന്നുണ്ട്. ആ 1,00,000 വരുന്ന ആളുകളുടെ സന്നിധിയിൽ വെച്ച് ശൈഖുനെ കൊണ്ടും റയീസുലമയെ കൊണ്ടൊക്കെ മനസ്സ് തട്ടി ഈ സഹായികൾക്ക് ദുആ ചെയ്യിപ്പിക്കും. മറ്റു പല ആളുകളും എല്ലാവർക്കും അല്ലാഹു ഖൈറ് നൽകട്ടെ. ആമീൻ. സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ വിഹിതം കൈമാറാം. അതുമല്ലെങ്കിൽ നൽകിയിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് സഹായം അയക്കാം. നിങ്ങളുടെ ഓരോ രൂപയും നീലഗിരിയിലെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ വലിയൊരു ആശ്വാസമായി മാറും. അവരുടെ പ്രാർത്ഥനകളിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഉൾപ്പെടും. ഏപ്രിൽ 5 ഞായറാഴ്ച പാടന്തറ കാത്തിരിക്കുകയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഈ പെരുന്നാളിൽ നമുക്കും ഒത്തുചേരാം. നമ്മുടെ ചെറിയൊരു കരുതലിലൂടെ ഈ വലിയ പന്തലിൽ 850 പുഞ്ചിരികൾ വിരിയട്ടെ. waytonikah.com, the exclusive Muslim matrimonial site.